ഇന്നിതാ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലെത്തിയിരുന്നു ഗൈസ്. ആദ്യം തന്നെ ഞാനിതാ ചായക്കൊക്കെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസിന്മേ. ചായ അല്ല കേട്ടോ, സോറി, ഫ്ലാസ്കിൽ നിറച്ച് വെക്കട്ടെ ആദ്യം തന്നെ. അപ്പം ചിലപ്പം അമ്മക്ക് ചുടുവെള്ളം കുടിക്കേണ്ടി വരും, പിന്നെ ചിലർ ചായ കുടിക്കും, ചിലർ ചായ കുടിക്കൂല, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ അത് നിറച്ച് വെച്ചാൽ പിന്നെ വാണ്ടിയെടുത്ത് അങ്ങനെ വാണ്ടി ഇഷ്ടത്തിന് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ അത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ ഞാനും എന്നും ഞാൻ പറഞ്ഞല്ലോ ഒരു ചായ കുടിക്കൽ എനിക്ക് മസ്റ്റ് ചെയ്യും. പാലിട്ടൊരു ചായ രാവിലെ കുടിക്കണ ഒരു ഒരു ഉന്മേഷം എന്തൊക്കെയല്ലേ നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ. ഇപ്പം ഞാനിതാ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ചയായിട്ട് ആ ചായയുടെയൊക്കെ നിർത്തി. ആ ചായയുടെ എന്നല്ല, എല്ലാ നേരവും ഇപ്പോൾ ചായ തീരെ ഒഴിവാക്കിട്ടോ. എപ്പോഴെങ്കിലും 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു ചായ അങ്ങനെയൊക്കെ ആക്കിക്കണം. അപ്പം കാരണം ഈ മധുരം നമുക്ക് അത്ര നല്ലതല്ലല്ലോ, അത് വിചാരിച്ച് എനിക്ക് തോന്നി മധുരം ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് കാരണം ഞാനിതാ രാവിലെ നീച്ചറിന് ആദ്യം തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ കടിയൊക്കെ തിന്നു കഴിഞ്ഞാലും വെള്ളം തന്നെയാണ് അധികം കുടിക്കൽ. അപ്പോൾ ചായൻ്റെ പരിപാടി ഞാൻ നിർത്തി കൊണ്ടുവരണം. ഒരു 10 ദിവസം ഞാൻ തീരെ കുടിക്കാതെ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു പോലെ ചായ കുടിക്കാൻ അപ്പം ഒരു അസ്വസ്ഥതയൊക്കെ കേട്ടോ. പെട്ടെന്നുള്ള നിർത്തിയപ്പം അങ്ങനെ അന്ന് ഞാൻ ചായക്ക് കടി ഉണ്ടാക്കിയിരിക്കണത് പൂരിയാണ് കേട്ടോ. പൂരി ഈസ്റ്റൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പം ഇത് സൺഡേ വ്ളോഗാണ് കേട്ടോ. ഞാൻ ഇന്നലെ ചെയ്ത വ്ളോഗാണ്. തലേ ദിവസം ചെയ്യുന്നതാണല്ലോ നമ്മൾ പിറ്റേ ദിവസം അപ്ലോഡ് ആക്കൽ. അങ്ങനെ ചായയും കടിയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഞാൻ സുട്ടൂനെ മദ്രസയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മദ്രസയിൽ നിന്നൊക്കെ കൊടുന്ന് നമുക്ക് ഒരുപാട് ദിവസമായിരുന്നു ഞാൻ ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ട് കേട്ടോ. മാറാലിയും പൊടിയും ഇതൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ ഒരു ആഴ്ചൻ്റെ മേലെ ഈ മോളെയും കൊണ്ട് ഇങ്ങനെ ഓളെ കോളേജിൻ്റെ കാര്യത്തിന് അങ്ങനെ നടക്കണം. അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് നമുക്ക് വീട്ടിലുള്ള ഈ പണികളൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആ പണിയൊക്കെ ചെയ്യണം. അത് മുഴുവനായിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. കാരണം നമ്മളെ വീട്ടിലെ സാധാ നമുക്ക് ഫുഡ് ഉണ്ടാക്കലും കാര്യം അത് സാധാ ചെയ്യണതും നമുക്ക് ചെയ്യണ്ടേ, അത് ചെയ്യാക്കാൻ പറ്റൂലല്ലോ. അപ്പം ഇന്ന് ഞാൻ അടി മോളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കിയിട്ടാണ്. പിന്നെ തുടക്കലും ജനലും വാതിലൊക്കെ ഒന്ന് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയിടണുള്ളൂ. അതൊക്കെ തുടക്കലൊക്കെ വേറെ ദിവസത്തിന് എടുക്കാമെന്ന് വിചാരിച്ച് അതും ഇപ്പം ചെയ്യണില്ല. അങ്ങനെയുള്ള പണികളൊക്കെയാണ് ഇപ്പം ഇന്ന് എടുക്കുന്നത്. ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മളൊരു 2 ആഴ്ച കൂടുമ്പോഴേലും മിനിമം ചെയ്യണ്ടേ. അപ്പം 2 ആഴ്ചയല്ല, ഇപ്പോൾ ഒരു മാസത്തിൻ്റെ മേലെയായിട്ടും അങ്ങനെയുള്ള പണികളൊക്കെ എടുത്തിട്ട് പിന്നെ എനിക്കൊരു ഹോസ്പിറ്റൽ കേസും കാര്യം അങ്ങനെ പല പ്രശ്നങ്ങളും ഇനിയിപ്പോൾ ഇതൊന്നും കൊടുക്കായിട്ട് എന്തൊക്കെയോ പോലെ ഇനിട്ടോ വീട് കിടക്കണത്. അപ്പം ഞാനിങ്ങനെ ഡെയിലി എടുക്കുന്ന പണികൾ എടുക്കും. അതൊന്നും എടുത്തുകൊണ്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ ഇതും ഇടയ്ക്ക് ചെയ്യണ്ടേ. അങ്ങനെ അതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ചോറും കറി ഉണ്ടാക്കുന്നത്. ചോറും പിന്നെ ഉമ്മ അവിടെ എല്ലാം അമ്മാക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ, ഒരു കല്യാണം ഞങ്ങളുടെ കുടുംബത്തിൽ. അപ്പം അങ്ങോട്ട് ഇമ്മ പോകാൻ വേണ്ടി റെഡിയാകുന്നുണ്ട്. അങ്ങനെ ഇമ്മ പോയി. പിന്നെ കാക്കൂല്ല, പിന്നെ ഞാനും മക്കളും തന്നെ ഉള്ളുന്ന്. അങ്ങനെ തട്ടലും കൊട്ടലൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ കിച്ചൺ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് അലക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ അലക്കിയിടലാണ് സാധാ ചെയ്യൽ. ഇന്നിപ്പം അതിന് വൈകി. അങ്ങനെ ഏകദേശം പണികളൊക്കെ തീർന്ന് ബാങ്കൊക്കെ കൊടുക്കാനായിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുളിക്കാൻ പോവാണ്. കുളി കഴിഞ്ഞിട്ടാണ് ചോറും കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് വൈകിട്ടോ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ എന്താ ഇപ്പോൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നു കേട്ടോ.
മീൻകാരൊക്കെ പോവുകയും ചെയ്തു. പിന്നെ മീൻ അങ്ങനെ വാങ്ങിയാൽ തന്നെ മക്കളൊന്നും കഴിക്കൂലല്ലോ. അപ്പം ഞാൻ പിന്നെ വല്ലാതെ അങ്ങോട്ട് മീൻ വാങ്ങാൻ നിൽക്കലില്ല. മീനില്ലെങ്കിലും മുട്ടയൊക്കെ പൊരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി. പിന്നെ ഉണക്കമീനാണെങ്കിൽ അതും മക്കൾക്ക് വലിയ താല്പര്യമില്ല. ഇവിടുത്തെ മക്കൾ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു വെറൈറ്റി സ്വഭാവമാണ് കേട്ടോ രണ്ടാക്കും. അപ്പം ഞാൻ എന്താക്കി കുറച്ച് കഷ്ണങ്ങളുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പിന്നെ ഈ സവാള, കിഴങ്ങ്, തക്കാളി ഇതൊക്കെ നമ്മൾ വീട്ടിലെപ്പോഴും എല്ലാ സാധനം തന്നെയല്ലേ. പിന്നെ അതിൽ കിഴങ്ങുണ്ട് കേട്ടോ. അപ്പം ഞാൻ കിഴങ്ങല്ല ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ വെച്ചിങ്ങാണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചൊന്ന്. അപ്പോൾ ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്ന പരിപാടിയാണ് കറിയായിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ കാക്കൊന്ന് വിളിച്ചിന്. അപ്പോൾ കാക്ക വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല മക്കൾക്ക്, എന്നാണെങ്കിൽ സൺഡേ അല്ലേ. അപ്പോൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം. പിന്നെ സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ഞാൻ മിക്സ്ഡ് ബിരിയാണിയൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കുക. ഇടക്ക് വെക്കലുണ്ട്. അപ്പോൾ ഇവർക്ക് അതും വലിയ താല്പര്യമില്ല. അതാണ് നമുക്ക് പെട്ടെന്ന് വെക്കാമല്ലോ കുക്കറിൽ. അപ്പം ഓരോട് ചോദിച്ചപ്പോൾ മോൾക്ക് അത് വേണ്ട അറിഞ്ഞു. അങ്ങനെ കാക്കുനോട് പറഞ്ഞപ്പോൾ കാക്കു എന്താക്കി വണ്ടിക്കാരനോട് പറഞ്ഞിങ്ങാണ്ട് ചിക്കൻ കൊണ്ടിരിപ്പിച്ചു തന്നിട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ചിക്കനും കിട്ടി. അപ്പം ഏതായാലും ഞാൻ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചാലേ. അപ്പം കറിയായിട്ട് സാമ്പാറും മതി. ചിക്കൻ ഫ്രൈ ആക്കുക കുറച്ചെടുത്തുങ്ങാണ്ടെന്ന് വിചാരിച്ചു. ബാക്കി ഫ്രിഡ്ജിലും വെച്ചു. കറി ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ കറി വേണ്ടല്ലോ. അപ്പം കുറച്ച് ഫ്രൈ ആക്കുക അങ്ങനെയൊക്കെ പ്ലാനിങ്ങാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മളെ സാമ്പാറുണ്ടല്ലോ അതൊരു ഒന്നൊന്നര സാമ്പാറായിരുന്നു കേട്ടോ. കാരണം ഇടയ്ക്ക് വെക്കലുണ്ട്. അതൊന്നും ഇന്ന് വെച്ച സാമ്പാറിൻ്റെ അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നൊരു അടിപൊളിയാണ്. കാരണം നമ്മൾ സമയമൊക്കെ ചിലവഴിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുങ്ങോട്ട് വെക്കുമ്പം അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ മെനക്കെട്ട് ടൈമൊക്കെ എടുത്ത് വെക്കുമ്പം എനിക്ക് അതൊന്നും അത്ര ടേസ്റ്റായിട്ട് തോന്നില്ല. ഇത് നമ്മൾ സിമ്പിളായിട്ട് ഇന്നത്തെ എന്താ പറയുക സാമ്പാർ വെപ്പ് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റിന് കഴിക്കാൻ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് വെച്ചോക്കൊണ്ട് ഒരുപാട് സാധനങ്ങളും കാര്യമൊന്നും വേണ്ടിട്ട് നമ്മൾ ഈ സാമ്പാറിന് സിമ്പിളായിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റായി. കൂടുതൽ 10 പറയില്ല. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാലോ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. ഇതിന് മുമ്പ് ഞാനൊരാഴ്ച മുമ്പ് വെച്ചിരുന്നു. പക്ഷെ അത് എനിക്ക് അത്ര ടേസ്റ്റ് ആയി തോന്നില്ല. കാരണം ഒരുപാട് സാധനങ്ങളും എല്ലാ സാധനവും ചിലവാക്കിയിട്ടാണ് ഞാൻ അന്ന് വെച്ചത്. അത് ഇതിൻ്റെ ഒരു 1/4 ഭാഗം കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ചിക്കൻ ഇട്ട് ഫ്രൈ ആക്കി എല്ലാം റെഡിയായി. കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. നല്ല അടിപൊളി സാമ്പാറുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിക്കണം. നല്ല നാരങ്ങ അച്ചാറും പപ്പടം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ.